യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ തമ്പനെയിൽ എങ്ങനെ മാറ്റാൻ നോക്കാം. നമ്മൾ ആദ്യം ഗൂഗിളിൽ നിന്ന് ഒരു ബർത്ത്ഡേ വിഷസിൻ്റെ ഇമേജ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബർത്ത്ഡേ വിഷസിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ യൂട്യൂബിലിട്ടത്. അപ്പോൾ അതിനാണ് ഒരു തമ്പനെയിൽ കൊടുക്കുന്നത്. അപ്പോൾ ബർത്ത്ഡേ വിഷസിൻ്റെ ഒരു ഇമേജാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള ഇമേജ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം തമ്പനെയിലിനകത്ത് നമ്മൾ എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ നമുക്ക് എഴുതി ചേർക്കാനായിട്ട് സിമ്പിളായിട്ടുള്ള ഇമേജ് വേണം. അപ്പോൾ എന്തെങ്കിലും നമുക്ക് എഴുതാം. അപ്പോൾ ആ ഇമേജ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇത് എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഫോണിനകത്തുള്ള ഓൾറെഡി ഏതെങ്കിലും ആപ്പോ അല്ലെങ്കിൽ പിക്കാർട്സിനകത്തോ, ഞാൻ ഉപയോഗിക്കുന്നത് പിക്കാർട്സാണ്. പിക്കാർട്സ് നമ്മൾ ഈ പിക്ചർ നമ്മൾ പിക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇതിനകത്ത് ടെക്സ്റ്റ് ഉണ്ട്. ടെക്സ്റ്റിനകത്ത് നമ്മൾ ബർത്ത്ഡേ വിഷസ് വീഡിയോ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് ചേർക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള കളറോ കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി സിമ്പിളായിട്ട് ചെയ്തതാണ്. അപ്പോൾ അത് നമ്മൾ ഇമേജിനകത്ത് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇമേജിൻ്റെ ലെഫ്റ്റ് സൈഡ് സെറ്റ് ചെയ്യണം. കാരണം റൈറ്റ് സൈഡിൽ ഈ വീഡിയോ ഡ്യൂറേഷൻ യൂട്യൂബ് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് റൈറ്റ് സൈഡിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് വായിക്കാൻ പറ്റില്ല. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ചെയ്യാം. ഇഷ്ടമുള്ള ഫോണ്ടിൽ ഇഷ്ടമുള്ള കളറിൽ ചെയ്യാം. അത് മുകളിലത്തെ സേവ് ബട്ടണിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് സേവായി നമ്മുടെ ഗാലറി വന്ന് കിടക്കും. അത് നമ്മൾ യൂട്യൂബിൽ നമ്മുടെ ചാനലെടുത്തതിന് ശേഷം അതിനകത്തെ ഏത് വീഡിയോയ്ക്കാണോ തമ്പനെയിൽ എടുക്കുന്ന ആ വീഡിയോ എടുക്കാം. ഞാൻ ഏറ്റവും മുകളിലത്തെ വീഡിയോ ആണ്. അതിൻ്റെ റൈറ്റ് സൈഡിൽ 3 ഡോട്ട് ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റ് ഉണ്ട്. എഡിറ്റിനകത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ വീഡിയോയുടെ മുകളിലായിട്ടൊരു പെൻസിൽ പോലുള്ള സാധനം കണ്ടോ, അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ വരും. അതിനകത്ത് കസ്റ്റംസ് തമ്പനെയിൽ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗാലറിയിലുള്ള ഇമേജ് കാണും. നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്ത ആ ഇമേജ് വരും. ആ ഇമേജ് നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം മുകളിൽ ഡൺ കൊടുത്തതിന് ശേഷം ഇനി അടുത്ത സേവ് കൊടുക്കുമ്പം ഓൾറെഡി ആ വീഡിയോയ്ക്കകത്ത് തമ്പനെയിൽ സെറ്റായി മാറും. ഇതാണ് തമ്പനെയിൽ സെറ്റായ വീഡിയോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡ്യൂറേഷനകത്ത് കാണാൻ പറ്റും റൈറ്റ് സൈഡിൽ. അപ്പോൾ ഇത് പഴയതും പുതിയതുമായിട്ടുള്ള വീഡിയോസിൻ്റെ തമ്പനെയിൽ